ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞ് എല്ലാവരും മലക്കം പറഞ്ഞിരിക്കുകയാണ്. ശൈത്യ, ഞാൻ വെറുതെ പോയിരുന്നതാണ്, ഞാൻ നിങ്ങളുടെ അനുമോളുടെ കൂടെ ഇല്ല, ഇനി അനുമോളുടെ കൂടെ ഇരിക്കത്തേ ഇല്ല. അനുമോള് പുറത്ത് കട്ട നെഗറ്റീവായെന്ന് വിചാരിച്ചിട്ട് ആണ് ശൈത്യ ഈ ഒരു മലക്കം പറയൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളത്തെ പ്രൊമോയ്ക്കകത്ത് റെന ചപ്പാത്തിക്കള്ളി 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 എന്ന് പറഞ്ഞ് അനുവിന്റെ അടുത്ത് കിടന്ന് ഭയങ്കരമായ വഴക്ക് നടക്കുകയാണ്. അനു പിന്നെയും കരയുന്നുണ്ട്. നാളെ പിന്നെയും നോമിനേഷൻ. ഇന്ന് ലാലേട്ടൻ എന്തൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരെ എടുത്തിട്ടു അല്ലെ. എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഇവിടെ അപ്പാണി ഭയങ്കര പ്ലാനിങ്ങിലാണ് കേട്ടോ. ഇനി തൊട്ട് കിച്ചൺ ടീമിൽ കയറി ഞാൻ അങ്ങോട്ട്, എനിക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ട്, അത് തീർക്കാൻ പോവുകയാണ് കിച്ചൺ ടീമിൽ. അപ്പം ആര്യനോട് നേരത്തെ പറഞ്ഞു വെച്ച് കിച്ചൺ ടീം ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പാനി. അത് നേരത്തെ ഇതേപോലെ പ്ലാനിങ് ഉണ്ടായിരുന്നു അനുവിന്. എടി അതിലേ നൂറെ നമുക്ക് 2-3 പേർക്കും കൂടെ കിച്ചൺ ടീമിൽ തകർക്കണം, നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണം. അനുവും വിചാരിച്ചിരുന്നു കിച്ചണിൽ കയറുന്നത്. കാര്യം കിച്ചണിനകത്ത് കയറിയാലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പ്രശ്നങ്ങൾ വരത്തുള്ളൂ, എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, എന്തെങ്കിലും കളിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും കിച്ചണിൽ കയറണം. കാര്യം കഴിഞ്ഞ ആഴ്ച മൊത്തം കണ്ടന്റ് എന്തായിരുന്നു? കിച്ചൺ ആയിരുന്നു അല്ലേ. ഇനിയിപ്പം കാര്യം അവിടെ അനീഷ് ഉള്ളതും കൂടി കൊണ്ടാണ്. പക്ഷെ ഇനിയിപ്പം കിച്ചൺ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഉണ്ടാവും. ദേ പ്രൊമോയിൽ കണ്ടില്ലേ? അതായത് റെനയാണ് നമ്മുടെ ജിസേലിന്റെ കൂട്ടുകാരിയാണ് റെന. കൂട്ടുകാരി എന്ന് പറയാൻ പറ്റില്ല, കൂടെ നിന്ന് കളിക്കുന്ന ആളാണ് റെന. റെനയുടെ ആ ഒരു ഗെയിം ഗ്രാഫ് ഇപ്പൊ താന്ന് നിൽക്കുകയാണ്. റെന വിചാരിച്ചു ലാലേട്ടൻ വന്ന് പറഞ്ഞു അനുവിന് ഫുൾ പ്രശ്നങ്ങൾ മാത്രം നെഗറ്റീവ്, ഇനി അനുവിനെ പിടിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് റെന കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്, ചപ്പാത്തിക്കള്ളി എന്നും വിളിച്ചോണ്ട്. ഇതെന്തായി തീരുമെന്ന് കണ്ടറിയാം. അടുത്തത് ശൈത്യ. എന്റെ പൊന്നോ, എന്തൊരു മലക്കം മറിയലാണെന്ന് നോക്കിക്കേ. ജിസേലിനോട് പോയി പറയാണ്, അയ്യോ ഞാൻ വെറുതെ പോയിരുന്നേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല, അത് വെറുതെ ക്ലിപ്പ് കാണിച്ചത്. സരിക പോയി പറയുന്നു, മോളെ നീ ഒരിക്കലും അനുവിൻ്റെ അടുത്ത് മാത്രം പോയി ഇരിക്കരുതേ, എല്ലാവരുടെ അടുത്തും ഇരിക്കണം എന്നെ പോലെ കേട്ടോ. അപ്പൊ ഇത് ശൈത്യയുടെ ഈ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ മലക്കം മറിയല് ശൈത്യക്ക് നല്ലതാവുമോ ഇല്ല, അല്ലാതെ മോശമാവുമോ എന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, ഇനി ഇതൊക്കെ അനുമോളിന് നല്ലതാവോ മോശമാവോ? എനിക്ക് തോന്നുന്നു ഇത് അനുമോളുടെ ഗെയിമിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനാണ് ചാൻസ്. പക്ഷെ അനുമോൾ കരയുന്നുണ്ട്, അത് മാത്രമേ എനിക്കുള്ളൂ ഒരു പ്രശ്നം. ഇനി അടുത്ത് ഇന്ന് മെയിൻ കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങളെല്ലാം ഇന്ന് സംസാരിച്ചു കേട്ടാ. ആര്യനാണ് ക്യാപ്റ്റൻ ആയത്. ടാസ്ക് കണ്ടായിരുന്നല്ലോ, ഒരു വല്ലാത്ത ടാസ്ക് ആയിപ്പോയി. അഭിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അത് കുറച്ചും കൂടെ പറ്റുന്ന ഒരു ടാസ്ക്, പക്ഷെ പറ്റിയില്ല, പുള്ളിക്കാരനെ കൊണ്ട് പറ്റിയില്ല. ഇനി അടുത്ത് കിച്ചണിന്റെ വിഷയമായിരുന്നു മൊത്തം കിച്ചൺ. നിവീന് നല്ല രീതിയിലുള്ള വാണിംഗ് കിട്ടിയിട്ടുണ്ട്. കാര്യം എന്റർടൈൻമെന്റിന്റെ കാര്യം ഒക്കെ ആവാം, പക്ഷെ നമ്മൾ കിച്ചണിലുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് തിന്നു കഴിഞ്ഞാൽ അത് എന്റർടൈൻമെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂല. മാത്രമല്ല നവീനെ ആരും ഒന്നും പറയുന്നുമില്ല. ഇനി അടുത്തത് കിച്ചണിന്റെ വിഷയങ്ങൾ, ചൂല് തൊട്ട് എല്ലാ വിഷയങ്ങളും ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ചൂലെടുത്തിട്ട് മുകളിൽ ബിഗ് ബോസെ ഒരു ചൂല് 2 കൊടുത്തുകൂടെ, എന്തുവാ ഇത്? പക്ഷെ അത് ഇവർ ചോദിക്കുന്നില്ല. ചോദിക്കുന്നതിന് പകരം അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചൂല് തായോ എന്ന് ചോദിച്ചാൽ പോരെ, ഇത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും മാസ്ക് വേണം, അത് ഇനി വേണ്ടി വരും. ഇനി അങ്ങോട്ട് കിച്ചണിൽ മാസ്ക് എന്തായാലും വേണ്ടി വരും. കാര്യം അമ്മാതിരിയാണ് എല്ലാവരും ഇപ്പുറത്തും അപ്പുറത്തും നിന്ന് ഷൗട്ടാണ് ചെയ്യുന്നത്, വർത്താനമല്ല പറയുന്നത്. അതുമാത്രമല്ല ഒനീലും അക്ബറും തമ്മിലുള്ള ആ ഒരു തെറിവിളി, അതിനെക്കുറിച്ച് സംസാരിച്ചു. ജിസേല് സ്വന്തമായി ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കണം, അതിനെക്കുറിച്ച് സംസാരിച്ചു. അനീഷ് ചോറ് കളയാൻ വേണ്ടി പോയത് എന്താണ് കാരണം, അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ അതൊക്കെ എന്താണെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷെ അനീഷ് അവിടെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചോറ് കളയുന്നത് പ്രശ്നം, ജിസേല് ഒരു പാത്രം മൊത്തം പരിപ്പ് കറി കളഞ്ഞതൊന്നും പ്രശ്നമല്ല, അത് മൂടി വെക്കുകയാണ് ചെയ്തതെന്ന്. അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് രേണു മാപ്പ് കൊടുത്തു അക്ബറിന്. പിന്നെ 2 ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞു, അനീഷും ഷാനവാസും. അത് ശരിയല്ല. എനിക്കൊന്ന് അടുത്ത ആഴ്ചയും അനീഷ് കൂടെ സബ് ക്യാപ്റ്റൻ ആവും. പിന്നെ നിവീന് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ഭയങ്കര മോശമായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരത്തിന്റെ അഗ്രസീവിനെ കുറിച്ച് ഇന്നും ആര് പറഞ്ഞു? ഇന്നും ലാലേട്ടൻ ശരത്തിന് വാണിംഗ് കൊടുത്തു. അല്ല മനസ്സിലായോ എന്തോ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല മനസ്സിലായോ എന്ന്, എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ അനുവിൻ്റെ അടുത്ത് ഈ കൊല്ലുക, പിന്നെ മരിച്ചു കളയും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നത് അവർക്ക് 2 പേർക്കും ലാലേട്ടൻ പിന്നെയും വാണിംഗ് കൊടുത്തു. ഇതല്ലാണ്ട് വേറെ സാധാരണ ഒരു എപ്പിസോഡായിരുന്നു. പിന്നെ ഈ ഒരു മലക്കം മറിച്ചിലാണ് പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം നമുക്ക് നേരെ എങ്ങോട്ടേക്ക് കിടക്കാം? എപ്പിസോഡിലേക്ക് കിടക്കാം. ലാലേട്ടൻ വരുന്നു. മലയാളത്തിന്റെ ആദ്യത്തെ ബിഗ് ബോസിന്റെ വീടാണിത് കേട്ടോ. ഇതിൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അടുക്കള. ജയ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ടൈൽസൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഒരുപാട് സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ കുക്ക് ചെയ്യുന്നതൊക്കെ കുറവും, വഴക്കാണ് അവിടെ കൂടുതൽ നടന്നത്. കുക്കിംഗ് ടീം എല്ലാവരും ഒന്ന് എണീറ്റിരിക്കൂ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായോ അടുക്കളയൊക്കെ? ഇഷ്ടമായി. പിന്നെ എന്താണ് അവിടെ ഭയങ്കര ഹൈജീൻ പ്രശ്നമാണല്ലേ, ഒരു വൃത്തിയില്ലാതെ കിടക്കുന്നത്. അനീഷ് അവിടെ ചൂലെടുത്തിട്ട് തൂത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. ലാലേട്ട അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ. അപ്പം പിന്നെ ഞാൻ പറയാം ലാലേട്ട, ഞാൻ ആദ്യം
അനീഷേട്ടൻ ആ ചൂലെടുത്ത് തൂക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് തൂക്കരുതെന്നുള്ളത്. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞ് ഈ പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഭയങ്കരമായ വഴക്കുണ്ടാക്കി. അപ്പോൾ അനീഷ, അത് ലാലേട്ടൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കിച്ചണിൽ തൂക്കുന്ന ചൂലാണെന്ന് അറിയാം എനിക്ക്, പക്ഷെ അവിടെ കുറേ ഉറുമ്പായിരുന്നു. ആ ഉറുമ്പാണ് ഞാൻ കൊന്നാണ് ഉറുമ്പ് അതിനകത്ത് ഇട്ടത്. വളരെ മര്യാദയ്ക്കാണ് ലാലേട്ടൻ ഞാൻ പറഞ്ഞത്, ബിന്നി. അപ്പോൾ അനീഷ്, ബാത്റൂം ചൂലാണ് അവിടെ കൊണ്ട് വെച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ബിഗ് ബോസിനോട് ചോദിച്ചാൽ പോരെ എന്ന് ലാലേട്ടൻ പറയാണ്. അപ്പോൾ ഒനിയിൽ, ഞാൻ ആദ്യം ഈ ഉറുമ്പിൻ്റെ വിഷയമൊക്കെ ഈ അനീഷിനോട് പറഞ്ഞതാണ് ലാലേട്ട. കാര്യം എന്ന് പറഞ്ഞാൽ വെസൽ ടീം അല്ല ചെയ്യേണ്ടത് ഈ ക്ലീനിങ് ഒന്നും, കിച്ചൺ ടീമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവർ ചെയ്തില്ല. അങ്ങനെ അഴുക്ക് കൂടി അതെങ്ങനെ വന്നു, എന്ത് വന്നു, ഇത് വന്നു, ഉറുമ്പ് വന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ലാലേട്ടായി, വെറിയ ചികള് കേസുകൾ. അയ്യയ്യേ, തെറ്റ് മാത്രം. പിന്നെ എപ്പോഴും കിച്ചൺ ടീമിന്റെ തെറ്റ് മാത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ടോ? ആ ലാലേട്ടാ എല്ലാവരും വന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതാണ് കുക്ക് ചെയ്യുമ്പോൾ മാസ്ക് ആർക്കെങ്കിലും വേണോ? വേണ്ട ലാലേട്ടാ. അപ്പൊ അക്ബർ, ലാലേട്ട നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് തന്നെ കുക്ക് ചെയ്യുന്നത്. അപ്പൊ പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ നടക്കുന്നത്. അപ്പൊ അക്ബർ, ലാലേട്ട അങ്ങനെയാണ്, വീട്ടിലെ പോലെ അല്ല, ഇവിടെ എപ്പോഴും നമ്മളെ വന്ന് ഹരാസ് ചെയ്യും. ഷാനവാസ്, ഇവിടെ സംസാരമല്ലല്ലോ ലാലേട്ട, ഇവിടെ ഷൗട്ടാണ് ചെയ്യണത്. അപ്പോൾ ലാലേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞു, ഒരു തെറി വിളിച്ചു, മോശം വാക്കാരൊക്കെ പറഞ്ഞ ഒനിൽ. ലാലേട്ട അങ്ങനെ ഒരു സംസാരം ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി. അയ്യേ, ഇതൊക്കെ എന്തൊന്നാണ്, ഇതൊക്കെ മോശമാണ് കേട്ടോ, എല്ലാവരും കാണുന്നതല്ലേ. പിന്നെ അവിടെ കിച്ചണിന് സ്വന്തമായി ആരൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്ന് പറഞ്ഞു ജിസേൽ. ആരാണ് ആ കംപ്ലൈൻറ്റ് പറഞ്ഞത്? കലാഭവൻ. സരിക. ലാലേട്ടാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓള് നമുക്ക് എല്ലാവർക്കും അതേ ഫുഡ് തന്നെ കൊണ്ടുവന്നു, അപ്പോൾ കുഴപ്പമില്ല. ശരി. പിന്നെ ചോറ് ആരോ കളയാൻ പോകണമെന്ന് പറഞ്ഞാൽ അനീഷാണോ? അയ്യോ ലാലേട്ടാ, എനിക്ക് പറയണമെന്നുണ്ട്. അയ്യോ ലാലേട്ടാ, അത് ഞാൻ പറയാം. അക്ബർ, ഞാൻ പറയാം, അയാൾ പറയണ്ട. ലാലേട്ടാ, ഇവനുണ്ടല്ലോ ഉച്ചയ്ക്ക് ചോറ് ആർക്കും കൊടുത്തില്ല, എന്നിട്ട് ചോറ് ഭയങ്കരമാണ്, അന്നം മഹാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ചോറ് കളയണമെന്ന് പറഞ്ഞു. എന്തൊരു ഡബിൾ സ്റ്റാൻഡ് ലാലേട്ടാ. അനീഷ്, അയ്യോ അതല്ല കാര്യം ലാലേട്ടാ, അതല്ല എന്നെ പറയാൻ അനുവദിക്കൂ. എത്ര ക്വാണ്ടിറ്റി അരി ഇടണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആദ്യം അരി ഇട്ടപ്പോൾ കരിഞ്ഞു, രണ്ടാമത് അരി ഇട്ടപ്പോൾ പിന്നെയും കരിഞ്ഞു. അപ്പോൾ പിന്നെ ജിസേലിൻ്റെ കൈ തട്ടി പരിപ്പ് മൊത്തം കളഞ്ഞു, അത് കുഴപ്പമില്ല. എൻ്റെ അരി ഇച്ചിരി കരിഞ്ഞതാണ് പ്രശ്നം. ഇതവർ വിദഗ്ധമായി ജിസേലിൻ്റെ പരിപ്പ് തട്ടിക്കളഞ്ഞ് ഫുൾ കറി മൊത്തം പോയ കാര്യം ഇവർ ആരെ അറിയിക്കാതെ മൂടി വെച്ചു തന്ത്രപരമായിട്ട്. എന്നാൽ ഞാൻ എന്തെങ്കിലും തെറ്റിയത് അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വരും അക്ബർ. അയ്യേ, ജിസേലിൻ്റെതൊക്കെ കുറച്ചേ പോയുള്ളൂ. അപ്പോൾ അനീഷ്, കുറേ നേരമായി ലാലേട്ട ജിസേൽ സ്ട്രെസ് അടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ജിസേലെ പ്രശ്നം എന്ന്. അപ്പൊ അരിയുടെ കാര്യം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതങ്ങ് കളഞ്ഞാലോ എന്ന്. അപ്പൊ ലാലേട്ട എല്ലാവരും കൂടെ ചാടി അങ്ങ് വന്നു എന്ന്. അപ്പൊ അങ്ങനെയാണ് അനീഷ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊന്നും അല്ല ലാലേട്ട, അങ്ങനെയൊന്നും അല്ല, ഞാനാണ് ബഹളം ഉണ്ടാക്കിയതെന്നൊക്കെ അക്ബർ. ലാലേട്ട, ഇവിടെ മോഷണം ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ്. കുറച്ച് രസമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, പിന്നെ എന്തെന്നാണ് മനഃപൂർവ്വം ക്യാമറയുടെ അടിയിൽ പോയിരുന്ന് ഭക്ഷണം മോട്ടിച്ച് കഴിക്കുക. ആരാണ് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കി കഴിക്കുക, തക്കാളി ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക, എന്നിട്ട് അത് നൂറയ്ക്ക് കൊടുക്കുക. മൈക്ക് ഇടുന്നില്ല. 14 പ്രാവശ്യമാണ് നിവീന് വാണിംഗ് തന്നത്. എന്താണ് ലാലേട്ട, ഇനി അങ്ങനെ ഉണ്ടാവരുത്, കാര്യം ഇതൊന്നും രസമായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇനി നമ്മൾ വാണിംഗ് തരും എന്ന് ആര് പറയുന്നു? ലാലേട്ടൻ. അപ്പം അഭി, എന്താണ് കിച്ചൺ ടീം നല്ല ടീമാണ് ലാലേട്ട. അഭി ഒരു പൊതുവെ നന്മമരമായിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അക്ബർ. ഓക്കെ ലാലേട്ട, എന്തായി അക്ബറെ കാര്യം? നമ്മളെ കൺവിൻസിങ്. ലാലേട്ടാ, ഞാൻ ഒരു പെണ്ണിൻ്റെ പുറകെ ഇങ്ങനെ പോയിട്ടില്ല, എൻ്റെ പെണ്ണിൻ്റെ പുറകെ ഞാൻ ഇങ്ങനെ പോയിട്ടില്ല. മാപ്പ് തന്നോ? ഒന്നും ആയിട്ടില്ല. എന്നാൽ കഷ്ടം തന്നെ കേട്ടോ രേണു ഏട്ടാ. എനിക്ക് അങ്ങനെയൊന്നുമില്ല ലാലേട്ടാ, എൻ്റെ മനസ്സിലൊരു മുറിവായിപ്പോയി ലാലേട്ടാ, അതാണ് ഞാൻ മാപ്പ് കൊടുക്കാത്തത്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ അക്ബർ എങ്ങനെയാണ് നമ്മുടെ രേണുവിൻ്റെ പുറകെ നടന്നതെന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ കൺവിൻസിങ് വീഡിയോ കാണിക്കുന്നു. രേണു, ലാലേട്ടാ, ഈ വേദിയിൽ വെച്ച് ഞാൻ പറയാണ്, ഞാൻ മനസ്സിൽ അല്ല, അവിടെ ഒരു കാര്യം, മാപ്പൊക്കെ കൊടുക്കാൻ പറ്റട്ടെ, വേറെ ആരോ മാപ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതാരാണ്? അടുത്തിരിക്കണ കെ ബി ശാരിക. ലാലേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലേ കെ ബി? അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, ഞാനാണെങ്കിൽ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അയ്യോ, നിങ്ങൾ എന്തിനാണ് വെറുതെ എഴുതിയിലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ലാലേട്ട, ഞാൻ മാപ്പ് കൊടുക്കുന്നുണ്ട്. രേണു, ഞാൻ മാപ്പ് കൊടുത്തു ലാലേട്ട, ഞാൻ മനസ്സിൽ തൊട്ട് തന്നെ മാപ്പ് കൊടുത്തു. അപ്പോൾ ശാരിക, ഞാനും ഇനി ഒന്നും പറയത്തില്ലേ എൻ്റെ പൊന്നോ. ശരി. ഇനി നോമിനേഷനിൽ വന്നവരാരൊക്കെയോ, ഇത്രയും പേരോ? അപ്പോൾ കുറച്ച് പേരെ ഒന്ന് സേവ് ആക്കാം. ഷാനവാസ് സേവ് ആവൂ, ഇരുന്നു. ആര്യൻ സേവ്ഡ്, ഇരിക്കൂ. ഇനി ലൈവ് സ്റ്റോറിയൊക്കെ കേട്ടല്ലോ, ആരുടെ സ്റ്റോറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിൽ തട്ടിയത്? അനീഷ്, ലാലേട്ട, എനിക്ക് ശാരികയുടെയാണ്. പക്ഷെ അതിനകത്ത് ചില കാര്യങ്ങളുണ്ടായിരുന്നു, പുരുഷന്മാരെ മാത്രം എപ്പോഴും അവരുടെ ഭാഗത്തും കൂടെ ചിന്തിക്കുക, ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. അങ്ങനെ. ഓക്കെ, ശരി. കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റന്മാരാരായിരുന്നു? ക്യാപ്റ്റന്മാർ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച 2 ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അതാരാണ്? അനീഷും കൂടെ ആയിരുന്നല്ലോ ക്യാപ്റ്റൻ. ഷാനവാസ്, എന്താണ് അത്? ലാലേട്ട, ഓൾറെഡി ഞാനാണ് ക്യാപ്റ്റൻ, പക്ഷെ പുള്ളി ക്യാപ്റ്റൻസി വിട്ടു തരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് പറയും ഞാനാണ് ക്യാപ്റ്റൻ എന്ന്. അതെന്താ അനീഷ, ക്യാപ്റ്റൻസിയുടെ പ്രേതം വല്ലോ നിങ്ങൾക്ക് വന്നുകൂടിയോ? അത് ലാലേട്ട, ഷാനവാസിന് ചില ഉത്തരവാദിത്തങ്ങളൊന്നും
അത് ഇടപെടാൻ പറ്റാതെ ആയിപ്പോയി. ആണോ? അല്ല, അനീഷിനെ പോലെ കയറി ഇടപെടാൻ എനിക്ക് പറ്റൂല ലാലേട്ട. അനീഷിനെ പോലെ കയറി എനിക്ക് ഇടപെടാൻ പറ്റൂല. അപ്പോൾ അനീഷ് അല്ല, അങ്ങനെയൊന്നുമല്ല ലാലേട്ട, ചെറുതായിട്ടൊന്നും പറ്റിയില്ല. ലാലേട്ടൻ, അനീഷ് ഒരു ഉപഗ്രഹമാണോ? ഇങ്ങനെ നടത്തമൊക്കെ ഇത് ഇങ്ങനെയാണോ നടക്കണം ശരിക്കും? എക്സസൈസ് ചെയ്യാനോ നടക്കണത്, അതോ കൂളാവാനാണോ? അല്ല, ഞാൻ വെറുതെ ഒന്ന് കൂളാവാൻ. ഉപഗ്രഹമായിട്ടാണ് അനീഷിനെ കാണുന്നത്. ശരി, ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? നിവീൻ അവിടെ എന്താ? നിവീൻ അവിടെ കണ്ണു ഇങ്ങനെ കൈയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ലാലേട്ടാ, ഒന്നുമില്ല ലാലേട്ടാ, ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ആലോചിക്കുന്നു? വെസൽ ക്ലീനിങ്ങിന്റെ ക്യാപ്റ്റൻ ആയിരുന്നാൽ എന്തെങ്കിലും ചെയ്തോ? അല്ല ലാലേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടാ ഞാൻ വെസൽ ക്ലീനിങ്. എല്ലാവരും ഇവിടെ ആദ്യമായിട്ട് തന്നെ ആവുന്നത്. അല്ല ലാലേട്ടാ, എനിക്ക് പിന്നെ ഞാൻ എൻ്റെ പാത്രം ഞാൻ തന്നെ കഴുകി വെക്കും ലാലേട്ടൻ. ലാലേട്ട, അതാണ് പോയിന്റ്. ഇവിടെ ആരും ആരുടെ പാത്രവും കഴുകി വെക്കുന്നില്ല. കിച്ചൺ ടീമുകാർ അവരുടെ പാത്രം കഴുകി വെച്ചാൽ പിന്നെ എനിക്കൊരു ജോലി ഉണ്ടാവത്തില്ല. സോ അത് എന്തായാലും നല്ലൊരു കാര്യം. അയ്യോ, അങ്ങനെയല്ല, നിവേൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. ലാലേട്ട, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ കുഴപ്പമില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം ചെയ്യണം. എങ്ങനെയുണ്ടായിരുന്നു ഷാനവാസിന്റെ ക്യാപ്റ്റൻസി? ഷാനവാസ് വെറുതെ ഓരോ കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ഡബ് ചെയ്യുന്നത് അനീഷാണെന്നേ ഉള്ളൂ. ഓക്കെ. ശരത് എങ്ങനെയുണ്ട്? ഷാനവാസ് നല്ല ക്യാപ്റ്റൻ, പക്ഷെ ഇവനുണ്ടല്ലോ ഈ അനീഷ്, അത് മോശം ക്യാപ്റ്റൻ. അതെ, അവൻ എപ്പോഴും അവൻ മോശമാണ്, അവൻ എന്ത് ചെയ്താലും മോശം. ശരി, റന, ക്യാപ്റ്റനെ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ബിഗ് ബോസ് പറയും. അപ്പോൾ അത് എനിക്ക് അപ്പോൾ അയാൾ അത്ര നല്ല ക്യാപ്റ്റൻ അല്ല. ശരി, അടുത്ത ക്യാപ്റ്റൻ ആരായിരിക്കും? അപ്പോൾ നമുക്കൊരു ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് പോവാം. അല്ല, സരിക പറയൂ, അടുത്ത ക്യാപ്റ്റൻ ജിസേൽ ആവണോ? ലാലേട്ട, എനിക്ക് ജിസേൽ ആവണം. കാര്യം ജിസേൽ ആയിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കരമായ സന്തോഷമാവും, ബലവും. അതെങ്ങനെ? അല്ല, ടാസ്ക് ഒക്കെ വരുമ്പം അതെങ്ങനെ? ടാസ്ക് വരുമ്പോൾ അല്ല, ഓള് ക്യാപ്റ്റൻ ആവുമ്പം എൻ്റെ പൊന്ന് സരികേ, ജിസേൽ ക്യാപ്റ്റനായ ടാസ്കിന് എന്തോന്ന് പ്രത്യേകത? ആണും പെണ്ണും ഒന്നും ഇവിടെ വ്യത്യാസമില്ല കേട്ടോ സരിക. ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു, ഒരു വൃത്തത്തിനകത്തുകൂടെ സൈക്കിൾ ഓടിക്കണം. അഭിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അഭിനെ ആര്യൻ ചവിട്ടിയിട്ടാണ് ഇതാക്കിയത്, സൈക്കിൾ അതിനകത്തേക്ക് പോയി. അതേപോലെ തന്നെ ജിസേൽ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് കുറവാണ്. അപ്പോൾ ഫ്രണ്ടിൽ പോയപ്പം ആര്യൻ ജിസേലിൻ്റെ സൈക്കിൾ എടുത്ത് ഇങ്ങനെ ആക്കി, അങ്ങനെ ജിസേൽ ഔട്ടായി. ജിസേൽ പർപ്പസ്ഫുള്ളി, ജിസേലിനൊരു പ്രശ്നമില്ല. ഇതിന് പകരം അല്ല അനീഷോ ഷാനവാസോ ഒക്കെ ആയിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള മത്സരം കാണാമായിരുന്നു. അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ആര്യൻ ഇവിടുന്ന് എങ്ങനെയുണ്ട് അങ്ങനെ ആര്യൻ ക്യാപ്റ്റൻ അകത്തേക്ക് വരുന്നു. എന്നിട്ട് അകത്ത് വന്നിട്ട് അക്ബറിൻ്റെ അടുത്ത്, ഈ അക്ബർക്ക് ഭയങ്കര പ്രാക്കാണ് കേട്ടോ, ജിസേൽ ക്യാപ്റ്റനാ മതി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ലാലേട്ടൻ വരുന്നു, ആര്യൻ കൺഗ്രാജുലേഷൻ എന്ന് പറയുന്നു. ഈസി അല്ല കേട്ടോ ഈ സൈക്കിൾ ചവിട്ടല്. അപ്പം ചെറിയ സൈക്കിളായിരുന്നു ലാലേട്ടാ. ഓക്കെ, ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തായാലും എല്ലാവരുടെ കാര്യങ്ങൾ നോക്കി ആര്യൻ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുള്ളൂ. അത് കഴിഞ്ഞ് എവിക്ഷൻ, എല്ലാവരും എണീപ്പിച്ചിരുത്തുന്നു. അനിമോളും ശരത്തും ആദിലെ നൂറയും സേവ്ഡ് അവിടെ ഇരിക്കൂ. അത് കഴിഞ്ഞ് അക്ബറും ജിസേലും ശൈത്യയും ബിന്നിയും നിവീനും. ഓക്കെ, നമ്മൾ വിചാരിക്കും പല കാര്യങ്ങളും, പക്ഷെ അതല്ല പുറത്ത് നടക്കുന്നത് കേട്ടോ അക്ബറെ എന്ന് പറഞ്ഞാൽ അക്ബറിന് ഒരു ചെറിയ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇരുന്നോളൂ, അക്ബർ സേവ്ഡ്. ബിന്നി ഇരുന്നോളൂ, നിവീനും ജിസേലും ശൈത്യയും. നിവീൻ ഇരുന്നോളൂ, അത് കഴിഞ്ഞ് ജിസേൽ ഇരുന്നോളൂ, ശൈത്യ മാത്രം. ശൈത്യ എങ്ങനെയുണ്ട്? സേവ്ഡ് ആണ്. നിങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുന്നു. അനുമോള് കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ ബൈ പറഞ്ഞ് പോകുന്നു. അടുത്ത ആഴ്ച ഭയങ്കരമായ സംഭവങ്ങളൊക്കെ വരാൻ പോണെന്ന് കണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ വന്നാലും കളിക്കാത്തവരെ അവിടെ നിന്ന് പുറത്താക്കണം, എനിക്കതേ പറയാനുള്ളൂ. അത് കഴിഞ്ഞ് ഷാനവാസും നിവീനും കൂടെ, നീ പോവില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നടാ. അത് കഴിഞ്ഞ് ശൈത്യ അനുമോളും, ശൈത്യ ഇവിടെ നിന്ന് എല്ലാവരും എന്നെ ഉപദേശിക്കുന്നുണ്ട്, അത് ഇത് ചെയ്യുന്നു. പക്ഷെ ഞാൻ, എടി നീ നിനക്ക് ഉള്ളതുപോലെ ചെയ്യും അനുമോള്, പക്ഷെ എൻ്റെ അടുത്ത് വന്ന് ഒന്നും പറയാൻ നിൽക്കരുത് കേട്ടല്ലോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്തോ. ശരി എടി. അത് കഴിഞ്ഞ് അനുവും ആദിലയും നൂറയും, എടി ആ സരിക ചേച്ചിക്ക് എന്തോ നിന്നോട് പറയണമെന്നുണ്ട്. ആദിലയും നൂറയും അനുവിൻ്റെ അടുത്ത്. അവർക്കെന്തോന്ന്? സരിക ചേച്ചി ഞാൻ നിർത്തി, ശാരിക ചേച്ചി ഞാൻ നിർത്തി എല്ലാ ചേച്ചിമാരെയും. പിന്നെ ഇനി ഒന്നുമില്ല. അല്ല, നീ അവരോടൊന്നും മിണ്ടുന്നില്ലാന്ന് നീ അവർ പറഞ്ഞു കൊടുത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന്, അത് പറഞ്ഞു കൊടുത്ത്. പിന്നെ നമുക്ക് എന്തായാലും നല്ലൊരു കിച്ചൺ ടീം ആവണം കേട്ടല്ല. അനു ആദിലെ നൂറേൻ, നമുക്ക് രാവിലെ എണീക്കണം. ആരെയും കിച്ചണിൽ കയറാൻ പല. യവനെ പ്രത്യേകിച്ചും നിവീനെ, ഞാൻ കിച്ചൺ ടീമിൽ വന്നോട്ടെ, മിണ്ടരുത്, നിന്നെ ആദ്യം കിച്ചൺ ടീമിൽ നിന്ന് കേട്ടില്ല, നീ എല്ലായിടത്തും തിന്നും. അത് കഴിഞ്ഞ് ശൈത്യയും സരികയും, ദ ഇമ്പോർട്ടൻറ്റ് സ്പീച്ച്. ശൈത്യം, അതെ ഞാൻ ചോദിച്ചു, കൈ കൊടുക്കാൻ പോയപ്പോൾ കൈ മാറ്റി, അത് ഞാൻ ചോദിച്ചു അനുമോളെടുത്ത്, അവളുടെ ഭാഗത്തും തെറ്റുണ്ട് ചേച്ചി. അപ്പം സരിക, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ എല്ലാവരുടെയും കൂടെ നടക്കണം, അവളുടെ കൂടെ മാത്രം പോയി ഇരിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടില്ലേ, ഞാൻ എല്ലാവരുടെ കൂടെ നടക്കും. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ നിനക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ എന്ന് വെച്ചാൽ അനുമോള്, കണ്ടോ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കണ്ടില്ലേ, അപ്പാനിയും അക്ബറും. ഇതിപ്പോൾ അവളുടെ എന്താ ഭാഗത്ത് തെറ്റ് വന്നാലും നിൻ്റെ തലയിൽ വരും, മനസ്സിലായില്ലേ? നീ തള്ളി വിട്ടെന്ന് പറയും. ചേച്ചി ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ പോയി ഇരിക്കൂല, എനിക്ക് മനസ്സിലായി, ഞാൻ തള്ളി വിട്ടെന്നാണ് എല്ലാവരും പറയണം, ഞാനല്ല തള്ളി വിട്ടത്. അത് കഴിഞ്ഞ് അക്ബറും അപ്പാനിയും പ്ലാനിങ്ങും. അക്ബറും,
ഒന്ന് വെച്ച അനുമോൾ ഈ കളിയൊക്കെ കളിച്ചത് നന്നായി. ഫേക്ക് കളിയാണ് കളിക്കുന്നത്, പക്ഷെ അനീഷിൻ്റെ ഫാൻസിൻ്റെ വോട്ടൊക്കെ കിട്ടും. അതാണ് ഞാൻ പാട്ടൊക്കെ പാടി നടന്നത്. അത് വെച്ച് നോക്കുമ്പോൾ രേണു ചേച്ചിയൊക്കെ എന്തൊരു പാവം അല്ലേ. അനുമോള് ഫേക്ക് ഗെയിമല്ലേ കളിക്കുന്നത്, രേണു എന്തൊരു പാവം. അത് വെച്ച് നോക്കുമ്പം ആരെയും നമ്പാൻ നിൽക്കരുത്. അപ്പം ശരത്ത് അത് പിന്നെ അങ്ങനെയാണ്. ഷാനവാസ് അവൻ്റെ ഷോ എന്തായിരുന്നു, വലിയ ആളെന്നാണ് വിചാരം. പിന്നെ മറ്റേ മിസ്റ്റർ പെർഫെക്റ്റ് ഒനീൽ, പിന്നെ പാവത്താൻ അഭി, അയ്യേ. പിന്നെ നല്ലൊരു ഗെയിമർ എന്ന് പറഞ്ഞാൽ ജിസേലാണ്. പിന്നെ ഇന്നലെ മുതൽ നമ്മൾ ഇച്ചിരി ഒന്ന് പിറകോട്ടാണ്. അപ്പോൾ അക്ബർ, അതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം, നമുക്ക് നാളെ തൊട്ട് അത് പിടിച്ചെടുക്കാം. നാളെ തൊട്ട് നമുക്ക് ശരിയാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഷാനവാസ് ഷാനവാസ് നിങ്ങൾ എന്നോട് പെരുമാറുന്നത് ഗ്രൂപ്പ് കളിയും ഇതൊക്കെ നിർത്തിക്കോളി. അപ്പോൾ സരിക, അയ്യോ ഞാൻ ഗ്രൂപ്പൊന്നും കളിക്കുന്നില്ല ഷാനവാസെ, ഞാൻ അവരുടെ കൂടെ പോയിരുന്ന് അവരെ പുറത്താക്കണം ഇവരെ പുറത്താക്കണം ഇങ്ങനെയൊന്നും ഞാൻ പറയലില്ല. ശരി, അത് കഴിഞ്ഞ് ശാരികയും രേണു ശാരിക, എടാ ഈ അപ്പാനിയും ബിൻസി ഇത്രയ്ക്ക് കൂട്ടായ, ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. അപ്പം രേണു, അവർ 2 ദിവസമായിട്ട് ഭയങ്കര കൂട്ടാണ്, അവരെ കളിയാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര കൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് ശരത്തും സരികയും ആര്യനും എല്ലാവരും കൂടെ, ശരത്ത് എനിക്ക് കുറച്ചുകൂടി ഒന്ന് കളിക്കണം, അതിന് വേണ്ടിയിട്ട് നീ എന്നെ കിച്ചൺ ടീമിലിടണം, മനസ്സിലായില്ലേ? എന്നിട്ട് വേണം എൻ്റെ പ്ലാനിങ് പ്ലോട്ടിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അനുവിനെ കുഞ്ഞിനും ഇടേണ്ട ആവശ്യമില്ല കേട്ടാ, വേണമെങ്കിൽ ആദിലെ നൂറേനെ കിട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഞാനായിരിക്കണം ക്യാപ്റ്റൻ. പിള്ളേർ പണിയെടുക്കാൻ പിള്ളേരുണ്ടാവുമല്ലോ, അല്ലേ? കഷ്ടം, എൻ്റെ ദൈവമേ. അപ്പോൾ ആര്യൻ കുക്കിംഗ് ടീം എല്ലാം സെറ്റാക്കാം, കമോൺ. അങ്ങനെ നമുക്ക് കുക്കിംഗ് ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരൊക്കെ അനു, അത് അപ്പാനിയൊക്കെ ഉണ്ട്. അപ്പാനിയാ ഞാനില്ല എന്നാലും, നീയുണ്ട്. കുക്കിംഗ് ടീം അപ്പാനി, അനുമോള്, ആദില, നൂറ, നിവീൻ, സരിക. ഇനി അടുത്ത് എനിക്ക് ക്യാപ്റ്റൻ ആവണം. ഞാൻ സമ്മതിക്കൂല അപ്പാനി ക്യാപ്റ്റൻ ആവാൻ. ഞാൻ ക്യാപ്റ്റൻ ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അപ്പാനി ക്യാപ്റ്റൻ ആവണം. ശരി. ബാത്റൂം ഷാനവാസും അനീഷും ബാക്കിയുള്ളവരും, വെസരി, ശൈത്യ, ഒനീലും ഒക്കെ, ഫ്ലോർ റെനയും ആര്യനും അഭിയൊക്കെ. ഫ്ലോറിൻ്റെ ക്യാപ്റ്റൻ റെന. ഞാനാണോ ക്യാപ്റ്റൻ? അതെ. ഇനി അടുത്ത് കിച്ചൺ ടീം. ഓക്കെ, കിച്ചൺ ടീമിൽ ശരത്തൊക്കെ ഇരിക്കുകയാണ്, പ്ലാനിങ്. അതെ, നമുക്ക് നന്നായി തന്നെ എല്ലാ കാര്യങ്ങളും ഇതാക്കണം. നമ്മൾ തമ്മിൽ അടി ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ആരും വിശന്ന് വന്നാലും ഭക്ഷണം കൊടുക്കണം. പിന്നെ ആരുടെയും കുറ്റം നമ്മൾ പറയരുത്, ആരും നമ്മളെ കുറ്റം പറയരുത്, കേട്ടല്ലോ. അപ്പോൾ അനു, പിന്നെ പുറത്തുനിന്ന് വന്ന് ആരെങ്കിലും ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ സമ്മതിക്കില്ല, പഞ്ചസാര എടുക്കാനും. ജിസേലിനെയാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് ശൈത്യനെ എല്ലാവരും കൂടെ ഇട്ട് കൊല്ലുകയാണ്, ജിസേല്, സരിക എല്ലാം കൂടെ. അപ്പോൾ ശൈത്യ, ഞാനല്ല ശരിക്കും ഞാനല്ല അത് പറഞ്ഞത്, ഞാൻ വെറുതെ ഇരുന്നേ ഉള്ളൂ, ഞാൻ വേറെ അങ്ങോട്ടോ എങ്ങോട്ടോ നോക്കിയിട്ടാണ് ഇരുന്നത്, അനുവാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ ജിസേൽ, നീയും കൂടെ. ഇല്ല, ഞാനല്ല ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഞാനല്ല എന്നും പറഞ്ഞ് അവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് കാണാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി കാണാൻ കിടക്കുന്നത്, എന്തായിരിക്കുമോ നാളത്തെ ചരിത്രത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ കണ്ടറിയാം. അതെ, ദയവ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച ചെയ്തതുപോലെ മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്കുകളൊന്നും കൊടുത്തേക്കരുത് പ്ലീസ്. ഔട്ട് ആവേണ്ടവർ ആ നോമിനേഷനിലൂടെ ഔട്ടായി പൊക്കോട്ടെ. വെറുതെ ഔട്ട് ആവാനുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി അവർക്ക് വേണ്ടി വേറെ ആരെങ്കിലുമൊക്കെ കളിച്ച് അവസാനം അവരകത്തും ബാക്കിയുള്ള നല്ല കളിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തും. ദയവ് ചെയ്ത് ഇങ്ങനത്തെ കളികളൊന്നും ഇനി കൊടുക്കരുത്. വേറെ എന്ത് കളി വേണോ 7ൻ്റെ പണിയോ കൊടുത്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.